നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. என்ன பாத்துட்டு இருக்க? அது சுரேட்டனை காத்து இருக்க. ஓ அப்படியா, சரி சரி. அதுக்கு எதுக்கு இங்க நிக்கணும்? അല്ല, ചെറിയൊരു വിഷയമുണ്ട് അതാ. ഓ ശരി ശരി, அப்படியா? പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ? ആ കൊഞ്ച നേരം നില്ലുക. சரி சரி. பத்மம், எந்த இட நிக்கணே? என்ன விஷயம் இருக்கான்னு சொல்றாங்க இந்துமதி. அதனால தான் நான் இங்க வெயிட் பண்ணிட்டு நிக்கிறேன். അവര് വരെ. എന്താ ഇതു? എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അതെ സുരേട്ടാ, അവിടെ അകത്താരും ഉണ്ട്. അകത്ത് അമ്മയില്ലേ? അഖിലയില്ലേ? അമ്മയില്ല. അമ്മ കല്യാണ സ്ഥലത്ത് പോയിട്ട് വന്നിട്ടില്ല. അഖിലയുണ്ട്, പിന്നെ വേറെ ആരോ കൂടിയുണ്ട്. വേറെ ആരും ഉണ്ടെന്ന് തോന്നിയാല് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചുവിട്ടേ വേണ്ടേ? രഹസ്യമായ അകത്ത് നിന്ന് അടിച്ച് പുറത്താക്കല്ലേ വേണ്ടേ? ഓ, എനിക്കിപ്പോ ഇങ്ങനെ ചെയ്യാനാ തോന്നിയ. എന്ത് വൃത്തിയുടെ നീ കാണിച്ച. ഇനിയിപ്പോ ഇത് മതി നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ. ഓ, പറഞ്ഞു നടക്കാനാ അവർക്ക് തോന്നുന്നെങ്കിൽ പറഞ്ഞു നടക്കട്ടെ. നമുക്കൊന്നും വരാനില്ല. സുരേട്ടൻ മുകളിൽ കയറി ആരാന്ന് നോക്ക്. ചെല്ല്. ഓ വരുന്നു. അച്ഛാ, ഇത് കിഷൻ, എന്റെ ക്ലാസ്മേറ്റാ. ഹായ്. നിനക്കെന്താണ് ഇവിടെ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. അഖിലയുടെ ഫ്രണ്ടാ. അവളെ ഒന്ന് കാണാൻ വന്നതാ. വാടാ ഇവിടെ. നീ വന്നേ. யாரு பார்த்ததே இல்லையே. யாரு? இதா, இது தங்கச்சிட മോൻ. அப்படியா? பேர் என்னது? സജിത്ത്. அப்படியா? മോൻ പറ്റോ? ரொம்ப அருமையான பையன். சரிங்க. சரி சரி. ഒന്നുമില്ല. നിന്റെ ഒരു അതിബുദ്ധി. എന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടാൻ നിന്ന നേരത്ത് നേരെ വന്ന് അവനെ ആ ചൂലെടുത്ത് 2 അടി കൊടുത്ത് ഇറക്കി വിടാമായിരുന്നില്ല നിനക്ക്?
പൂക്കടയിൽ ഇടയ്ക്കൊക്കെ വരുന്നൊരു പയ്യനില്ലേ, എന്താ അവന്റെ പേര്? എന്താണ് അവന്റെ പേര്? കിഷൻ. ആ, അവൻ ആളും തരവില്ലാത്ത നേരത്ത് ഈ വീട്ടിൽ വന്നിരിക്കുന്നു. അവൻ എന്റെ ക്ലാസ്മേറ്റ് അച്ഛാ, വെറുതെ വന്നതാ. അതിന് അച്ഛൻ എന്തിനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? നിർത്തിക്കോ, മേലിൽ ഇത്തരം പണികൾ ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. മോളിച്ചല്ല. അമ്മേ, സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഇതിൽ അമ്മയുടെ പങ്കെന്താ? നോക്കിയേ, ഇനി ഇത്തരം തല തെറിച്ച് ചെക്കന്മാരുമായിട്ട് ചങ്ങാത്തം കൂടിയാ നിന്നെ ഞാൻ ശരിയാക്കി കളി. അങ്ങാടി തോറ്റല്ലേ അമ്മയോടൊന്ന് കേട്ടിട്ടുള്ളേ. അമ്മ ഇപ്പൊ അത് മോളോടാക്കിയോ? ഡീ അത് കിഷൻ, എന്റെ ക്ലാസ്മേറ്റാ. അത് പിന്നെ ക്ലാസ്മേറ്റ് അല്ല, ക്ലാസ്സിന് പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പാ. എന്റെ നല്ലൊരു സുഹൃത്താ. അവനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അവന്റെ അച്ഛന് എന്തൊക്കെയോ ബിസിനസ്സുകളാ. പിന്നെ വീട്ടില് അമ്മയും അച്ഛനും അവനും മാത്രമാ. അച്ഛന്റെ ബിസിനസ്സുകളിൽ സഹായിച്ച് ഒപ്പം നിൽക്കുക ചെയ്യുന്നത്. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയിലും ശ്രമത്തിലുമാ. ഇതൊക്കെ എനിക്കറിയാം. എന്താ ഇങ്ങനെ നോക്കുന്ന? ഞങ്ങള് ഇടയ്ക്ക് വഴിയിലൊക്കെ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. അതിനപ്പുറം വലിയ ഇഷ്ടമൊന്നുമില്ല. ഇന്നിപ്പോ അവൻ ഈ വഴി ഇങ്ങോട്ട് പോയപ്പോ എന്നെ വിളിച്ചു. പുറത്തു പോകരുതെന്ന് അമ്മ നിർബന്ധമായിട്ടും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതാ സംഭവിച്ച. എന്താ ചേച്ചി? ചേച്ചി എന്താ ഇവിടെ?